ഒരു നല്ല അമ്മയാണോ? എപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിൽ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും അല്ലേ? നമുക്ക് 4 അമ്മമാരെ പരിചയപ്പെടാം. ഈ അമ്മമാരിൽ ആരെങ്കിലുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമത്തെ അമ്മ ടീന. ടീന ഒരു വർക്കിംഗ് മമ്മാണ്. കുഞ്ഞിനെ രാവിലെ ഡേ കെയറിൽ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്നും ജോലിക്ക് പോകും. തന്റെ ജോലിയിൽ ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണ് ടീന. പ്രൊമോഷൻസ് ഒക്കെ ലഭിക്കുന്നുണ്ട്, ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. വൈകിട്ട് തിരിച്ച് കുഞ്ഞിനെയും പിക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകുന്ന ഒരമ്മ. രണ്ടാമത്തെ അമ്മ സുജ. സുജ ജോലി ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഒരുപാട് സമയം കുഞ്ഞിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കണ്ടെത്തുന്നുണ്ട്. കുഞ്ഞിന് ഒരുപാട് കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്, ഒരുപാട് ക്വാളിറ്റി ടൈം കുഞ്ഞിനോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന ഒരു അമ്മയാണ് സുജ. അതേസമയം മൂന്നാമത്തെ അമ്മ ശ്രുതി. ശ്രുതി ഒരു വർക്കിംഗ് മം ആണ്, അതുപോലെ തന്നെ കുഞ്ഞിന്റെ കാര്യം നന്നായിട്ട് നോക്കുന്നുണ്ട്. കൂടെ തന്റെ സെൽഫ് കെയർ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു അമ്മയാണ് ശ്രുതി. സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഹെൽത്തിന്റെ കാര്യം ചെക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, നല്ല ആഹാരം കഴിക്കുന്നുണ്ട്, മീ ടൈം നന്നായിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു അമ്മയാണ് ശ്രുതി. അതേസമയം ഇനി നമുക്കൊരാളൂടെയുണ്ട്, ഐഷ. ഐഷയ്ക്ക് വീട്ടിൽ വേറെ സഹായത്തിനൊന്നും ആരുമില്ല. ഐഷ ഒറ്റയ്ക്കാണ്. ഐഷയ്ക്ക് തീരെ ചെറിയൊരു കുഞ്ഞാണ്. ഈ കുഞ്ഞിനെയും വെച്ചിട്ടാണ് ഐഷയ്ക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം, അതിനോടൊപ്പം കുഞ്ഞിന്റെ കാര്യവും നോക്കണം. അപ്പൊ ഇതേ ഉള്ളൂ ഐഷയ്ക്ക് വഴി. എല്ലാ ദിവസവും ഇതുപോലെയാണ് ഐഷ ചെയ്യുന്നത്. ഐഷയും കുറച്ച് എക്സോസ്റ്റഡ് ആണ്. ഇതൊക്കെ ചെയ്യാൻ ആൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരുമിച്ച് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ. എങ്കിലും ഐഷ ഇതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതിൽ ഏതൊരു മമ്മാണ് ഒരു പെർഫെക്റ്റ് മമ്മായിട്ട് നമുക്ക് പറയാൻ പറ്റുക? ഇതിൽ ഒരാളെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? അതോ ഇവര് 4 പേരും പെർഫെക്റ്റ് ആണോ? അതോ ഇതിൽ ആരെങ്കിലുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ കുഞ്ഞിന് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഒരു നല്ല അമ്മയാണോ എന്നുള്ളത്. ഈ 4 പേരെയും പരിചയപ്പെട്ടതിലൂടെ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? നിങ്ങൾക്ക് ആർക്കെങ്കിലുമായിട്ട് ഇവരെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ അത് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് നോക്കാം മറ്റുള്ള അമ്മമാരും നിങ്ങളും തമ്മിൽ ഒരുപോലെയാണോ, ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ. ഈ 4 പേരിൽ നമുക്ക് ഈ 4 പേരെ പരിചയപ്പെട്ടതിലും നമുക്ക് തോന്നാം അല്ലേ, ഇവർ 4 പേരും പെർഫെക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇവരിൽ ആർക്കെങ്കിലും കുഞ്ഞുങ്ങളെടുത്ത് സ്നേഹ കുറവുള്ളത് കൊണ്ടിട്ടാണോ എന്നൊക്കെ തോന്നാം. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ 4 പേരും അവരുടേതായിട്ടുള്ള ഒരു പങ്ക് ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവർ ചിലവാക്കുന്നുണ്ട്. അവർക്ക് പറ്റുന്നതായിട്ടുള്ള രീതിയിൽ ആ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുടെ അടുത്തൊന്നും ഒക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലെ, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ചെറിയൊരു വീഴ്ചയോ എന്തെങ്കിലും ഒക്കെ പറ്റുമ്പോൾ അമ്മ നോക്കിയില്ല, അമ്മയ്ക്ക് എന്താ ഇത് ശ്രദ്ധിക്കാൻ സമയമില്ലേ, നീ ഒരു നല്ല അമ്മയാണോ എന്നൊക്കെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാ കടന്നു പോകുന്നുണ്ടാവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ തീരുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ശരിക്കും ഒരു നല്ലൊരു അമ്മയാണോ അല്ലയോ എന്നുള്ളത്. നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതായിട്ടുള്ള പല സിറ്റുവേഷൻസ് ഒന്ന് നോക്കാം അല്ലെ. കുഞ്ഞ് രാത്രി നിർത്താതെ കരയുന്നു, അപ്പോൾ എങ്ങനെയാണ് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, മറ്റുള്ളവരൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്, എങ്കിലും കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് നമ്മുടെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നതാണല്ലേ, നിങ്ങളൊരു നല്ല അമ്മയാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാ നിങ്ങൾക്ക് കുഞ്ഞിനെ ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാത്തത്, കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താൻ പറ്റാത്തത്, ഈ രാത്രി എന്തിനാ കുഞ്ഞ് ഇങ്ങനെ കരയുന്നത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ കുഞ്ഞ് തനിയെ ഇരുന്ന് കളിക്കുമ്പോൾ കുറച്ച് മീ ടൈം ഒക്കെ ആസ്വദിക്കുന്ന ഒരു അമ്മ അല്ലേ. ഒരു മീ ടൈം വേണം നമുക്ക്, കുറച്ചു നേരം ഫോണിൽ റീൽസ് കാണാനോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഫോണിൽ സെർച്ച് ചെയ്ത് മനസ്സിലാക്കാനോ, കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്യാനോ ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഫോൺ കുറച്ചു നേരം ഉപയോഗിക്കുക അല്ലെ. അപ്പൊ കുഞ്ഞ് അവന്റേതായിട്ടുള്ള രീതിയിൽ എടുത്ത് കളിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് മീ ടൈം കാണുന്നു. പക്ഷെ ഇതും എല്ലാവർക്കും മുന്നിലും ഇതും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ, കുഞ്ഞിനെ നോക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കിയിരിക്കുന്നു. അതുപോലെ അടുത്ത കേസ് നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലെ, ഒരു കുഞ്ഞ് തനിയെ ആഹാരം കഴിക്കുന്നു, പക്ഷെ തറയിൽ മുഴുവൻ അവൻ വലിച്ചു വാരിയിട്ട് ഒരുപാട് ഭക്ഷണങ്ങൾ കാണാം. അപ്പൊ ഇപ്പോ ഈ ഒരു അമ്മയ്ക്ക് കേൾക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കുഞ്ഞിന് തനിയെ ആഹാരം കഴിക്കാൻ വിട്ടിരിക്കുകയാണ്, അമ്മ വാരി കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവുമായിരുന്നോ, അവൻ ഇവിടെയൊക്കെ എന്താ മോശമാക്കാത്ത രീതിയിൽ അവൻ ആഹാരം കഴിക്കാമായിരുന്നല്ലോ. അപ്പൊ അമ്മ എന്തുകൊണ്ട് അത് വാരി കൊടുത്തില്ല? അപ്പൊ അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അമ്മ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു, തനിയെ അവന്റെ കാര്യങ്ങൾ ചെയ്യാൻ വിടുന്നു. അതും ഒരു പ്രോബ്ലമാണ്. ഇനി മറ്റൊരു സിറ്റുവേഷൻ നോക്കിയാൽ കുഞ്ഞ് ഓടിക്കളിച്ചിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിയിട്ടോ ഒക്കെ മറിഞ്ഞു വീണിട്ടുണ്ടാവാം. അപ്പോഴും എന്താ, കുറ്റം അമ്മയ്ക്കാണ്.
അമ്മ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല, അമ്മ ഇത് നോക്കി നിൽക്കുകയായിരുന്നു, അമ്മയ്ക്ക് എന്താ കുഞ്ഞിനെ മാനേജ് ചെയ്യാൻ പറ്റാതിരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അതേസമയം ഒരു ജോലിയുള്ള അമ്മയാണെങ്കിലോ ചിലപ്പോൾ അവൾക്ക് അവളുടെ കുഞ്ഞിനെ രാവിലെ ഡേ കെയറിലാക്കിയിട്ടായിരിക്കും ജോലിക്ക് പോകേണ്ടി വരിക. അപ്പൊ അത്രത്തോളം, അപ്പൊ അവൾ പോലും കുഞ്ഞിനെ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടായിരിക്കാം ഒരു ഡേ കെയറിലാക്കിയിട്ട് ജോലിക്ക് പോകുന്നത്. പക്ഷെ എങ്കിലും ആൾക്കാരെന്താ പറയാ, ഇവളെന്താ, ഇവളൊരു ഗുഡ് മം ആണോ, ഇവൾ ഇങ്ങനെയാണോ ഒരു അമ്മ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവൾക്ക് നേരെ ഉണ്ടാകും അല്ലേ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇത് കേട്ടിട്ടുണ്ടാകും, നീ ഒരു നല്ല അമ്മയാണോ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും അല്ലെ നീ ഒരു നല്ല അമ്മയാണോ എന്നുള്ളത്. ഈ ഒരു സിറ്റുവേഷനിലെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ, നീ ഒരു നല്ല അമ്മയാണോ, അല്ലെങ്കിൽ നീ എന്താ നിന്റെ കുഞ്ഞിനെ ശ്രദ്ധിക്കാത്തത്, നിനക്ക് മറ്റെന്ത് ജോലിയാണുള്ളത് കുഞ്ഞിനെ ശ്രദ്ധിക്കാതെയാൽ അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള പല സിറ്റുവേഷനിലൂടെയും നമ്മൾ പലരും കടന്നു പോകുമ്പോൾ അത് വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മളെ തന്നെ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും അല്ലെ, ഞാനൊരു നല്ല അമ്മയാണോ, ഞാൻ എന്റെ കുഞ്ഞിനെ ശ്രദ്ധിക്കാത്തത് എന്താ, എനിക്കെന്താ അത് സഹിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എനിക്കെന്താ ഈ ഒരു കാര്യം കുഞ്ഞിന് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത എന്നൊക്കെ ഉള്ളതല്ലേ. കുഞ്ഞിനെ പ്രസവിച്ച് ഇത്രയും കാലം നിങ്ങൾ വളർത്തി പല കാര്യങ്ങളും കുഞ്ഞിന് ചെയ്തു നോക്കി, പലരും നിങ്ങളുടെ ചുറ്റിനുണ്ടായിരിക്കും. ഇവരൊക്കെ നിങ്ങളുടെ ഗർഭകാലത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും കുഞ്ഞിനെ പ്രസവിച്ചാൽ മാത്രം മതി, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ അല്ലേ. പക്ഷേ അവസാനം കുഞ്ഞിനെ കയ്യിൽ കിട്ടിയതിന് ശേഷമുള്ള റെസ്പോൺസിബിലിറ്റി മുഴുവൻ അമ്മയ്ക്ക് മാത്രമായിരിക്കും. കുഞ്ഞൊന്ന് തട്ടി തടഞ്ഞു വീണാൽ പോലും എന്തുകൊണ്ട് അമ്മ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് മാത്രമേ ബാക്കിയുള്ളവർ ചോദിക്കുകയുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങൾ നമ്മുടെ ചുറ്റും, ഈവൻ നമ്മുടെ സ്വന്തം അമ്മ പോലും അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് പോലും പലപ്പോഴും നമ്മളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ എങ്ങനെയാ കടന്നു പോയിട്ടുണ്ടാവുക? നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും അല്ലെ, നമ്മുടെ വീട്ടിലുള്ളവരോ നമ്മുടെ ഭർത്താവോ ചിലപ്പോൾ നമ്മുടെ സ്വന്തം അമ്മ പോലും ചോദിച്ചിട്ടുണ്ടാവും, നീ എന്തുകൊണ്ട് കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ല, നീ എന്തുകൊണ്ട് അവന്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കുന്നില്ല, നിനക്കെന്താ അവന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കാൻ സമയം തികയാത്തതാണോ എന്നൊക്കെയുള്ള പല പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നീ ഒരു നല്ല അമ്മയാണോ എന്നൊക്കെ അല്ലേ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും. നമ്മൾ കുഞ്ഞിനെ വളർത്തുന്നത് ശരിയായിട്ടാണോ, അല്ലെങ്കിൽ എന്റെ കുട്ടി സുഖമായി സന്തോഷമായിട്ടും വളരാൻ ഞാനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നത് നിർത്തണോ, വീട്ടിൽ മുഴുവൻ കാര്യങ്ങൾ ശ്രദ്ധീകരിച്ച് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണോ, ജോലിക്ക് പോകുന്നത് നിർത്തിയിട്ട് കുഞ്ഞിന്റെ കാര്യം മാത്രമായിട്ട് ഒതുങ്ങണോ, അതുപോലെ തന്നെ ഞാൻ ക്ഷമയുള്ള ഒരു അമ്മയാണോ, എന്റെ കുഞ്ഞിനോട് ഞാൻ കൂടുതൽ വഴക്കുണ്ടാക്കുന്നുണ്ടോ, എന്റെ കുട്ടിക്ക് എന്റെ സമയം ശരിക്കും വേണ്ടത്ര കിട്ടുന്നുണ്ടോ, ഇനി ഞാൻ ഒരു നല്ല അമ്മയാവാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് അല്ലേ. അതുപോലെ തന്നെ ഞാൻ വളരെ കടുപ്പമാണോ, ഞാൻ ടഫാണോ, ഒരു ടഫ് മം ആണോ അല്ലെ, കുഞ്ഞിനോട് എപ്പോഴും വഴക്കു പറയുന്നു, അവന്റെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവനെ വഴക്കു പറയുന്നു ഒക്കെയാണ്. ഒന്നുമില്ലെങ്കിലും എന്തിനാണ് എല്ലാവരും എന്നെ കുറ്റം പറയുന്നത്, കുഞ്ഞ് എന്ത് ചെയ്താലും എന്നെ എന്തിനാ വീണ്ടും വീണ്ടും കുറ്റം പറയുന്നത് എന്നുള്ളൊരു കാര്യം നമ്മുടെ ചുറ്റും ഉണ്ടാവുകയാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലൊരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഫേസിലൂടെയാണ് ഒരു അമ്മ കടന്നു പോകുന്നത്. ചിലപ്പോൾ ചില അമ്മമാർക്ക് സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹം പോലും ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്നത് കൊണ്ടിട്ട് കുറയുന്നു. ഇത്തരത്തിലുള്ള പല വാക്കുകൾ നമുക്ക് ചുറ്റുമുള്ളവർ പറയുകയും നമ്മുടെ മനസ്സിൽ തന്നെ ഇത്രയധികം ചിന്തകൾ വന്ന് നമുക്ക് വളരെ ഭാരമാണല്ലേ നമ്മുടെ തല മുഴുവൻ. പല സ്ത്രീകളും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് വരെ പോകുന്നത് ചിലപ്പോൾ അത് ന്യൂ ബോൺ ആയതിനു ശേഷം ആയിരിക്കില്ല, കുഞ്ഞു ജനിച്ച് 1-2 വർഷത്തിന് ശേഷം പോലും പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ പല സ്ത്രീകളും കാണിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ആ ഒരു അമ്മ മാത്രമാണോ റെസ്പോൺസിബിൾ? ഒരിക്കലുമല്ല. ആ അമ്മയ്ക്ക് ചുറ്റുമുള്ള ആൾക്കാർ കൂടെയാണ് റെസ്പോൺസിബിൾ. ഒരു അമ്മ അവൾ 9 മാസം ഒരു കുഞ്ഞിനെ ചുമന്ന് പ്രസവിച്ച് അവൾ ആ കുഞ്ഞിനെ വളർത്തി ഒരു 3-4 വയസ്സ് വരെ എത്തിക്കുന്നത് വരെ എങ്കിലും ആ ഒരു അമ്മയ്ക്ക് വളരെ അധികം കഷ്ടമുള്ള ഒരു പീരീഡിലൂടെ ആയിരിക്കും ആ അമ്മ കടന്നു പോകുന്നത് അല്ലേ. അപ്പൊ ഇത്തരത്തിൽ നിങ്ങളൊക്കെ പലരും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ചുറ്റുമുള്ളവരുടെ കൂടെ കുറ്റപ്പെടുത്തലുകളൊക്കെ ആവുമ്പോഴത്തേക്കും ഈ അമ്മയ്ക്ക് താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുന്നത്. ഈ സെൽഫ് ഡൗട്ട് ഉണ്ടായി അത് ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ മറ്റു പല ക്ലിനിക്കൽ കണ്ടീഷനിലേക്കോ ഒക്കെ പോവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് എന്താ
എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ഈ ആദ്യം കാണിച്ചതുപോലെ തന്നെ ഈ 4 അമ്മമാരിൽ ഈ 4 ഒരാൾ മാത്രം പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. വീട്ടിലെ എല്ലാ ജോലിയും ചെയ്ത് കുഞ്ഞിനെയും നോക്കി നടക്കുന്ന നമ്മുടെ ആയിഷ ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഈ ആയിഷ മാത്രമാണ് ഒരു പെർഫെക്റ്റ് മം എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. എന്നാലല്ല, ഇവർ 4 പേരും പെർഫെക്റ്റ് ആണ്. ഇവർ 4 പേരും അവരുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കണം, എങ്ങനെ അവരെ കൊണ്ടുപോകണം, അതുപോലെ തന്നെ അവരുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നെല്ലാ കാര്യങ്ങളും ചിന്തിച്ച് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അമ്മമാരാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാനൊരു നല്ല അമ്മയാണോ? ഓഫ് കോഴ്സ് നിങ്ങൾ ഒരു നല്ല അമ്മ തന്നെയാണ്. നിങ്ങളിപ്പോ നിങ്ങളുടെ കുഞ്ഞ് കരഞ്ഞു എന്ന് വെച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞിനെ ഒരു നേരത്തെ ഭക്ഷണം കുഞ്ഞ് കഴിച്ചില്ല എന്ന് വെച്ചിട്ടോ, കുഞ്ഞ് തട്ടിത്തടഞ്ഞു വീണു എന്ന് വെച്ചിട്ടോ ഒന്നും നിങ്ങൾ ഒരു മോശം അമ്മയാവുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനോടൊപ്പം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ ഒരു ജോലിക്ക് പോകുന്ന അമ്മയായിരിക്കും, ഒരുപാട് വിഷമത്തോടു കൂടിയായിരിക്കും നിങ്ങൾ കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് ജോലിക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഡേ കെയറിലാക്കിയിട്ട് ജോലിക്ക് പോകുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോലും നമ്മൾ എത്ര നേരം ഒരു 9-10 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ്ലി കുഞ്ഞിന്റെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്നല്ല. നിങ്ങൾ ഒരു 15 മിനിറ്റ് കുഞ്ഞിനോടൊപ്പം ഇരിക്കുമ്പോഴും ആ 15 മിനിറ്റും മൈൻഡ്ഫുൾ ആയിട്ട് കുഞ്ഞുങ്ങളോട് കംപ്ലീറ്റ്ലി സന്തോഷത്തോടു കൂടി നിങ്ങൾ സ്പെൻഡ് ചെയ്താലും ആ കുഞ്ഞിന് അത് മതിയാവും. അവൻ രാവിലെ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ അവൻ കുറച്ച് കരയുമായിരിക്കും, തിരിച്ച് പക്ഷെ വരുന്ന ആ ഒരു ടൈം വരെയും കുഞ്ഞ് നിങ്ങളെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ ചുറ്റുമുള്ളവരും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോ കുഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്ന ഉടനെ അവന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. പക്ഷെ അത്രയും നേരം അയ്യോ അമ്മ വന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊന്നും കുഞ്ഞിനുണ്ടാവില്ല. അപ്പൊ അത് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലോ ഒന്നും ഒരു വിട്ടുവീഴ്ചയും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇത് രണ്ടും നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക്, കാരണം നിങ്ങൾ ഒരു ഇൻഡിവിജ്വൽ ആണ്. ഒരു കുഞ്ഞ് ജനിച്ചു എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും മാറ്റി വെക്കേണ്ട ഒരാവശ്യവുമില്ല. നാളെ ഈ കുഞ്ഞ് വളർന്ന് വലുതായിട്ട് അവനോ അവളോ നിങ്ങളോട് ചോദിക്കാം, അമ്മയ്ക്ക് എന്താ നല്ലൊരു ജോലി ഇല്ലാതെ, അല്ലെങ്കിൽ അമ്മ എന്താ അന്ന് ഇത് ചെയ്യാതിരുന്നത്, എനിക്ക് വേണ്ടിയിട്ട് അമ്മ ഇത് ചെയ്തോ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ അതൊരു ഭാരമായിരിക്കും അല്ലെ? എനിക്ക് വേണ്ടി അമ്മ അമ്മയുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അമ്മ അത് ചെയ്തില്ല, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളും ഞാൻ ജനിച്ചതോടുകൂടി പിന്നീട് അമ്മയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ കുഞ്ഞിന് തന്നെ അത് എന്തുമാത്രം വിഷമമായിരിക്കും. എന്നെ കാരണം എന്റെ അമ്മയ്ക്ക് അമ്മയുടെ സ്വപ്നങ്ങൾ നശിപ്പിക്കേണ്ടി വന്നു എന്നുള്ളത് പറയുമ്പോൾ അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ളവർ പലതും പറയുമായിരിക്കും, പക്ഷെ നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നിങ്ങളുടെ കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു ലൈഫും നിങ്ങളുടെ സെൽഫ് കെയറും ഒക്കെ നിങ്ങൾ ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നല്ല അമ്മ തന്നെയാണ്. മറ്റാര് പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ കുഞ്ഞിന് അറിയാം നിങ്ങൾ ഒരു നല്ല അമ്മയാണ് എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു വിഷമങ്ങളും ഇല്ലാതെ നല്ലൊരു പാരന്റ് ആയിട്ട് നിങ്ങൾ മാറുമെന്ന് ഞാൻ ആശംസിക്കുന്നു.